ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഊത്തപ്പമാണ്, മുട്ട കൊണ്ടുള്ള ഊത്തപ്പം. എന്നാൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഊത്തപ്പത്തിനായിട്ട് ഞാൻ 1.5 കപ്പ് പച്ചരിയും 3/4 കപ്പ് ഉഴുന്നും നന്നായി കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. ഇത് 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം ഇതിനെ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മാവിത നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഊത്തപ്പത്തിനുള്ള മാവിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഊത്തപ്പത്തിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു സവോള ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 മുട്ട, അതുപോലെ കുറച്ച് നെയ്യ്. ഊത്തപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ വച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഊത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്, അധികം നേർത്തതാക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മുട്ടയാണോ ആവശ്യം അത്രയും മുട്ട നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സവോള, അതുപോലെ ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില ഇവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും അതുപോലെ ഷെയറും ചെയ്യണം. അതുപോലെ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.